ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ, അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് കവി എന്ന പര്യായപദം ശുക്രന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ, വ്യാഴവും ശുക്രനും. വ്യാഴം ദേവാചാര്യനാണ്, ശുക്രനോ അസുരാചാര്യനോ. വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സ്മരനിപുണ സുഖി, സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ്, ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനാണ്. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ. ആ സുഖം ആത്മീയമായ സുഖമാണ് വ്യാഴം ഉണ്ടാക്കുന്നത്. ശുക്രനാണെങ്കിലോ അത് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് ഹോരാചാര്യർ, വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം, എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു, ഭഗ്നനാണ്. പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി, ആ കൈവള്ളിയാണ് ഹോരാശാസ്ത്രം. അത് സ്വല്പമാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും 365 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. അർത്ഥബഹുളം, ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം. വൃത്തവിചിത്രം, പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക സുഖത്തിലെ കാരകനാണ് ശുക്രൻ. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, അബല സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, എല്ലാ ഭൗതിക സുഖങ്ങൾ, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ്. ഇന്ന് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം, ശുക്രനിതാ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾ അറിയണം. മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. അതിന് 7-ാം ഭാവം, 7-ാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം. സ്വക്ഷേത്രമാകട്ടെ മേടവും തുലാവും. തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, മൂലക്ഷേത്രം കൂടിയാകുന്നു തുലാം. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള 123 ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ. ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, പുതിയ സ്ത്രീകൾ, കാമുകിമാർ, ദ ലക്ഷറിയസ് പാർട്ട് ഓഫ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. അതായത് 1200 മകരം 14 മുതൽ ഇടവം 17 വരെയുള്ള 2025 ജനുവരി 27 മുതൽ മെയ് 31 വരെയുള്ള 4 മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. സാധാരണ ശുക്രൻ പരമാവധി 30 മുതൽ 45 ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക. സൂര്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും. എങ്കിലും പലപ്പോഴും ബുധൻ 30 മുതൽ 45 ദിവസം വരെ നമുക്ക് കാണാം. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദനഹ, ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത്. ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത്. അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ്. ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ്. അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത്. അടുത്ത ഞാൻ ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ ഈ ഒരു ശുക്രൻ്റെ ചാരവശാലുള്ള 120 ദിവസത്തേക്കുള്ള പ്രയാണവും അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമാണ്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹക്കാരാകുന്ന മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് സ്വതവേ വ്യാഴത്തിൻ്റെ ഒരു ദുർബലമായ അവസ്ഥ തങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും വിഭിന്നമായി ഈ ശുക്രൻ മിഥുനൻ രാശിക്കാർക്ക് ഒരു മാളവ്യ യോഗത്തെ പ്രദാനം ചെയ്യും.
മാളവ്യയോഗമാണ്. പഞ്ചമഹാപുരുഷയോഗത്തിൽ മാളവ്യയോഗം. ഗീതപ്രിയോ രജത രത്ന പരിച്ഛദ സ്ത്രീ വസ്ത്രഭൂഷണയുധോ, വലിയ ഫലമാണ് ജാതകാദശത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംഗീതാദി വിഷയങ്ങളിൽ പ്രിയത്വം വരും. വസ്ത്രങ്ങളും സ്വർണങ്ങളും ആഭരണങ്ങളും സ്ത്രീജനങ്ങളും അകമ്പടിക്കാരും വരുത്തും മാളവ്യ മഹായോഗത്തിൽ. അതിനാൽ വരണ്ടു കിടക്കുന്ന ഒരു ഊഷരഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മിഥുനൻ രാശിക്കാർക്ക് ഉർവരത ഫലഭൂയിഷ്ഠമായ ഒരു 4 മാസക്കാലം ഇവിടെ ശുക്രൻ പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല. ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ് മിഥുനൻ രാശിക്കെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം 5ാം ഭാവമാണ്. പ്രജ്ഞാ മേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമിനസ്യമപി ചിന്യം. മന്ത്രഭാവമാണ് 5ാം ഭാവം. മന്ത്രിയാകുന്ന ശുക്രൻ അസുരാചാര്യനാണ്, ഉപദേശിയാണ്. അതിനാൽ തൻ്റെ ബുദ്ധിയിലൂടെ പലർക്കും കൺസൾട്ടൻസി നടത്താം, നല്ല ഉപദേശങ്ങൾ കൊടുക്കാം. അതിലൂടെ ധാരാളം കാശ് സമ്പാദിക്കാം. മക്കളുടെ ഉപരിപഠനം, തുടർ വിദ്യാഭ്യാസം, അതിനുവേണ്ട കാശ് ലഭിക്കുക. തൻ്റെ വിഷയത്തിൽ തൻ്റെ പ്രതിഭയുടെ പൂർണ്ണത ഉണ്ടാകാം. അതിനാൽ കൺസൾട്ടൻസി, വാങ്ങൽ കൊടുക്കൽ, ഈ വ്യാപാരങ്ങൾ, ഇതിലൊക്കെ തൻ്റെ സ്ഥാനം ഈ മിഥുനൻ രാശിക്കാർക്ക് വളരെയധികം പ്രാധാന്യം സമൂഹത്തിൽ കൈവരിക, തൻ്റെ കർമ്മ മേഖലയിൽ കൈവരിക, അതിലൂടെ ധനാഗമ മാർഗങ്ങൾ സൃഷ്ടിച്ചെടുക്കാം മിഥുനം രാശിക്കാർക്ക്, ഒരു സംശയവുമില്ല. ശുക്രൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാത് ഉൽപാദനം കർമാണാം ആജ്ഞ ആലംബനയോശ്ച സിദ്ധി ദാസാവാപ്തി കീർത്തിയുദ്ഗമാഹ. തൻ്റെ ധർമ്മദൈവത്തെ നന്നാക്കണം. അവിടെ ഉത്സവം വരുന്ന സമയമാണ് ഇനി അങ്ങോട്ടേക്ക്. അവിടെ അന്നദാനം ചെയ്യണം, തൻ്റെ കൈകൊണ്ട് വിളമ്പിക്കൊടുക്കണം അവിടെ. എന്നിട്ട് അന്നദാനം ചെയ്ത് ഏറ്റവും വലിയ പുണ്യം നേടിയെടുക്കണം. ദേവീക്ഷേത്രത്തിൽ വിളക്കുമാല, പായസം, അന്നദാനം ഇതൊക്കെ ചെയ്ത് തങ്ങളുടെ സാന്നിധ്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. അതിനപ്പുറം ഈ ദേവീക്ഷേത്രത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ധർമ്മദൈവ സങ്കേതങ്ങളിൽ തൻ്റേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്താൽ ഈ ഒരു 4 മാസക്കാലം അതിൻ്റെ ഗുണങ്ങൾ വളരെയധികം എന്ത് ചെയ്യാം, അനുഭവിക്കാൻ ഇടവരുന്നതാണ്. ശ്രദ്ധിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനാൽ സന്താന വിഷയങ്ങൾ, തൻ്റെ ബൗദ്ധികമായ തലങ്ങൾ, തൻ്റെ പഠന വിഷയങ്ങൾ, തൻ്റെ വിവേകശക്തി, നല്ലതും തിന്മയും തിരിച്ച് അറിയുവാനുള്ള ശക്തി, പൂർവികമായ പുണ്യങ്ങൾ, ഇതൊക്കെ നന്നാക്കിയെടുക്കാം. അതിനാണ് ധർമ്മദൈവ സങ്കേതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ശുക്രൻ മറ്റൊരു ഭാവത്തിൻ്റെ അധിപനാണ്. 12ാം ഭാവാധിപത്യമുണ്ട്. ആ 12ാം ഭാവാധിപത്യം ഉള്ള ഗ്രഹം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് എത്രത്തോളം ഗുണമാണെന്ന് ചിന്തിക്കണം. 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ചില സ്ഥലങ്ങളിൽ അത്ര ശോഭനമല്ല. ഗുരുകർമ്മകെ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥം ഭ്രമക്കിംന വാത്മീയ ഏവ തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരേഹി പ്രത്യഹം വാ വിവാദാത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഫലം, 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ തൻ്റെ ഗോത്രത്തിൻ്റെ മഹിമയെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ അഹങ്കാരം കാരണം. ഞാൻ സൂചിപ്പിച്ചു, ധർമ്മദൈവ സംഗീതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈ ഒരു ദോഷഫലം വരുമ്പോൾ അത് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത് ഇപ്രകാരമാണ്. അനാവശ്യമായി പൊങ്ങച്ചം കാണിച്ച്, അഹങ്കാരം കാണിച്ച്, ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ അത് തൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തും. അതുകൊണ്ട് ഷോമാനാകരുത്. നിങ്ങൾ ധർമ്മദൈവ സംഗീതത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭൂമിയോടെ താഴണം. സമൂഹത്തിലെ ഉന്നതന്മാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണർ പോലുള്ളവരുടെ പ്രവൃത്തികളൊക്കെ ചെയ്ത് ധാരാളം ധനമുണ്ടാക്കാം. അതിനാൽ പലപ്പോഴും ഈ ശുക്രനിൽ വക്കീലന്മാർ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെടുന്ന വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഉന്നതരുടെ സഹായത്തോടുകൂടി അവരുടെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കുക, ഈ ഒരു വിഷയത്തിലൂടെയൊക്കെ ധാരാളം കാശ് സമ്പാദിക്കാനുള്ള അവസരമുണ്ടാകും. തങ്ങളുടെ ഭൃത്യന്മാരെ സമർത്ഥമായി ഉപയോഗിച്ച് തൻ്റെ വീട് നന്നാക്കാൻ മോടി പിടിപ്പിക്കാം. അപ്രകാരം തന്നെ വിവാദങ്ങളും വ്യവഹാരങ്ങളും മധ്യസ്ഥത വഹിച്ച് തനിക്ക് ധാരാളം കാശും ധനവും സ്വർണവും സമ്പാദിക്കുവാനുള്ള ഏറ്റവും നല്ല അസുലഭമായ അവസരമാണ് കൈവരുക. ശ്രദ്ധിക്കണം. ഇവിടെയും ദേവീക്ഷേത്രത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ല, പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർ ഒരു ശോഭനമായ 4 മാസക്കാലം ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.